ഈ നിയോജകമണ്ഡലം പ്രസിഡന്റിനെ ഇവിടെ നടപ്പിലാക്കുന്നില്ല. ഇതാ ആ സംഘർഷം ഒഴിയാതെ തുടരുകയാണ്. അത് ഒരു സ്കൂളാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ സംഘർഷം നടക്കുന്നതിന് തൊട്ട് പിന്നിൽ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമാണ് അനുജ. അതാണ് നമ്മളെയും ആശങ്കപ്പെടുത്തുന്നത്. ഇവരുടെ ഈ കൈവിട്ട കളി അത് ഏതെങ്കിലും തരത്തിൽ ഈ കുഞ്ഞുങ്ങളെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക ഇവിടെ നിൽക്കുമ്പോൾ പോലും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഷിബിൻ, എന്തായാലും ഇതാ ഈ സംഘർഷം നടക്കുന്നതിൻ്റെ സമീപത്തേക്ക് വന്നാൽ നമുക്ക് ഈ ക്ലാസ് റൂമുകൾ കാണാം. ചില്ല് ഗ്ലാസുകൾ പതിച്ച ക്ലാസ് റൂമുകളാണ്. അവിടെ ആശങ്കയോടെ ഭീതിയോടെ കഴിയുന്ന കുട്ടികളെ നമുക്ക് കാണാനാവുന്നുണ്ട്. ഈ കുരുന്നുകളുടെ മുഖത്ത് നോക്കുക, അവർ ഞെട്ടിയിരിക്കുക. ഇപ്പോഴും എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് അറിയാതെ അവർ കളിച്ചിരികളോടെ അകത്ത് കഴിയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ പ്രതിഷേധങ്ങൾ, അവർ വലിച്ചെറിഞ്ഞ കല്ലുകൾ ഈ ചില്ലിലേക്കാണ് കൊണ്ടിരുന്നെങ്കിൽ അകത്തൊന്നും അറിയാതിരിക്കുന്ന കുരുന്നുകൾ അവർ ഈ വിഷയത്തിൽ അവരിതിനകത്ത് ബലിയാടുകളായതിനെ അവർക്ക് പരിക്കേറ്റാൻ. എന്തായാലും ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധമാണെങ്കിലും അത് മുന്നോട്ട് പോകുന്ന രീതി അത് ശരിയല്ല. ഈ പ്രതിഷേധം കുഞ്ഞു കുട്ടികൾ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം ശരിയാണ്. തികച്ചും ഞങ്ങൾക്ക് അതിൽ സങ്കടമുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ വന്നവരല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ ഞായറാഴ്ച വീണ ഒരു കെട്ടിടമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇന്ന് പുതിയ ഞായറാഴ്ച കെട്ടിടത്തിൽ വീണു കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് കുട്ടികളുണ്ട്. നിങ്ങൾ കല്ല് പെറുക്കിയെറിയുന്നു, പാത്രങ്ങൾ പെറുക്കിയെറിയുന്നു. 3 പേരുടെ തല പൊട്ടി ആശുപത്രിയിലാണ്. അത് നമ്മൾ ദൃശ്യങ്ങളുണ്ട്. നിങ്ങൾ എവിടേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല. വ്യക്തമായി ഞങ്ങൾ പറയാം. ഞങ്ങൾ ആ എച്ച്എമ്മിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യം എന്തടിസ്ഥാനത്തിലാണ്, ഇന്ന് ഏത് ഫിറ്റ്നസ് ആണ് കിട്ടിയത്, എവിടെ നിന്ന് കിട്ടി, കളക്ടർ ഉത്തരവിട്ടായിരിക്കും. അതിന്റെ കൃത്യമായ വിവരം അറിയാൻ അവകാശം ഇവിടുത്തെ യുവജന സംഘടനയ്ക്ക് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ. ഉണ്ടല്ലോ. ഈ പ്രതിഷേധം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്? പ്രതിഷേധം എന്ന് വെച്ചാൽ നമുക്ക് എച്ച്എമ്മിനെ കാണണം, എച്ച്എമ്മിനോട് സംസാരിക്കണം. ഇത്രയും സംഘർഷം ഉണ്ടായിട്ട് ഇവിടുത്തെ എച്ച്എം എവിടെ പോയി വിളിച്ചേക്കാം? നിങ്ങൾ മാധ്യമധർമ്മമല്ലേ? നിങ്ങൾ ചോദിക്കും. ഇവിടുത്തെ എച്ച്എമ്മിന്, ഇവിടുത്തെ സമൂഹത്തിനോട്, ഇത് കാണുന്ന പ്രേക്ഷകരോട് സംസാരിക്കാൻ ഒരു ഉത്തരവാദിത്തമില്ല.